ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് മുളക് ചമ്മന്തിയും കൂട്ടി കപ്പ കഴിച്ചാലോ? ഇത് കപ്പയുടെ കൂടെ മാത്രമല്ല, ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. കപ്പ പകുതി വേവാകുമ്പോൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് കപ്പ വേവിച്ചെടുക്കണം. ഇങ്ങനെ പകുതി വേവാകുമ്പോൾ ഈ വെള്ളം ഊറ്റിക്കളയുന്നത് കപ്പയിലെ കട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആദ്യത്തെ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് കപ്പ വേവിച്ചെടുക്കുകയാണ്. കപ്പ ഒരുവിധം വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പാകത്തിന് വേവാകുമ്പോൾ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഇനി നമുക്ക് മുളക് ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 7 വറ്റൽമുളകാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം. കൂടുതൽ സ്പൈസി ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് 10 വറ്റൽമുളക് വരെ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുമ്പൊക്കെ ഇത് ചുട്ടെടുത്ത ശേഷം അരകല്ലിൽ വെച്ച് അരച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അരകല്ലില്ലാത്തത് കൊണ്ട് മിക്സിയിൽ തൽക്കാലം ഇത് അരച്ചെടുക്കാം. മുളക് ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അല്പം ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. മുളക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം മുളക് മാത്രമാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും അല്പം പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും നല്ലത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ മുളക് വറുത്തെടുത്ത ആ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ക്യാമറയിൽ ഇതിൻ്റെ കളർ ശരിയായിട്ട് കാണുന്നു എന്നറിയില്ല. ഉള്ളി വഴറ്റിയിട്ടും വഴറ്റാതെയും ഈ മുളക് ചമ്മന്തി തയ്യാറാക്കാം. ഞാനിവിടെ സവാള വഴറ്റാതെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള മുളക് ചമ്മന്തിയും കപ്പ വേവിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണല്ലോ ഈ കപ്പയും മുളക് ചമ്മന്തിയും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്